ഹായ് ഹലോ അസ്സലാമു അലൈക്കും. കുറച്ച് ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്താലോ എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്, ബട്ട് ഫേസ് കാണിക്കാനുള്ള ആ ഒരു ഇത് വന്നിട്ടില്ല. അങ്ങനെ നീട്ടി നീട്ടി വെച്ച് ഇന്നാണ് ആ ഡേ. അപ്പൊ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ സോറി പറയാണ്. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ആക്കണേ. അപ്പോ വെൽക്കം ടു ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. കഴിഞ്ഞ ദിവസം തലവേദന ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ കിടന്നിരുന്നു. സോ ഇന്ന് രാവിലെ ഒരു 4:30 ഒക്കെ ആയപ്പോൾ എണീറ്റ് ഒന്ന് കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ട സെമിനാർ പോർഷൻസ് ഒക്കെ ഒന്ന് എഴുതി പിന്നെയും സമയമുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങി. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് ഒന്ന് ബെഡൊക്കെ റെഡിയാക്കി ഫ്രഷ് ആയി വന്ന്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ക്ലാസ് ഉണ്ട്. പിന്നെ കോളേജിൽ നിന്ന് ഉച്ചക്ക് ഫ്രണ്ട്സും വീട്ടിലേക്ക് വരും. സോ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാനുണ്ട്. പിന്നെ എന്റെ വീട് അത്ര വലിയ എസ്തെറ്റിക് ടൈപ്പ് ഒന്നുമല്ല, ഒരു സാധാ വീടാണ്. 4 വർഷം മുന്നെയാണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് മാറിയത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നും എൻ്റെ ഒരു ഡേ ഇങ്ങനൊന്നും അല്ല കേട്ടോ. എല്ലാരും പോലെ കോളേജിലേക്ക് പോണ ഒരു 1/2 മണിക്കൂർ മുന്നേ എണീച്ച് ഫുഡൊക്കെ കഴിച്ച് വേഗം മാറ്റി പോണ ടീമാണ് ഞാൻ. പിന്നെ ഇന്ന് ഫ്രണ്ട്സ് വരുന്നോണ്ടും വീഡിയോ എടുക്കുന്നോണ്ടും മാത്രം കുറച്ച് നല്ല കുട്ടി ആയതാണ്. എന്റെ വീട്ടിൽ 4 ആൾക്കാരാണുള്ളത്. ഇമ്മച്ചിയും അനിയനും അനിയത്തിയും പിന്നെ ഞാനും. ഇമ്മച്ചി ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അനിയന് ഇവിടെ അടുത്തും വർക്ക് ചെയ്യുന്നുണ്ട്, അനിയത്തി +2-ലുമാണ്. അപ്പൊ എല്ലാവരും ഒരു 8:30 to 9:30 ഉള്ളിൽ പോകും ചെയ്യും. അപ്പൊ ഒരു 9 മണി ആകുമ്പോഴത്തേന് തന്നെ വീട്ടിലുള്ള പണികളൊക്കെ തീർക്കൽ നമുക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ 4 ആൾക്കാർക്കും പുറമെ 4 പൂച്ചകളും ഉണ്ട് വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിൽ വേറൊരു വൈബുമാണ്. അപ്പോൾ ആദ്യം തന്നെ വീട് മുഴുവൻ അടിച്ചു വരാന്ന് വിചാരിച്ചു. മേലെ അധികം യൂസ് ആക്കാത്തതുകൊണ്ട് തന്നെ എപ്പോഴേലും മാത്രമാണ് മേലെ അടിച്ചു വാരല്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രണ്ട്സ് വരുന്നതുകൊണ്ട് മുഴുവൻ വൃത്തിയാക്കൽ നിർബന്ധമാണ്. അപ്പോൾ മേലെ മുഴുവൻ അടിച്ചു വാരിയതിന് ശേഷം മേലെ മാത്രം ഞാൻ തുടച്ച് ബാക്കി ഇമ്മച്ചി ചെയ്തോളാന്നും പറഞ്ഞു. ഈ ഒരു പ്രൊഡക്റ്റ് ഇമ്മച്ചി വാങ്ങിയതാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഇതെന്ത് തേങ്ങ എന്നുള്ളൊരു എക്സ്പ്രഷൻ എനിക്ക്. അപ്പൊ ഇമ്മച്ചി പറഞ്ഞു ഇത് ചൂട് പിടിക്കാനുള്ള ഒരു സാധനമാണുള്ളത്. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുക, എന്നിട്ട് നമുക്ക് എവിടെയാണോ ചൂട് പിടിക്കേണ്ടത് അവിടെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ശീല വെച്ചിട്ട് ചെയ്യുന്നതിന്റെ പകരം നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്താൽ മതി. ചൂട് അങ്ങനെ അധികം പോകില്ല. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ഞാൻ ഇൻഷാല്ല ഷോർട്ടാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇത് നമ്മളെ പണ്ടത്തെ കീയൊക്കെ പോലുള്ളൊരു സംഭവമാണ്. പിന്നെ ഞാൻ കോളേജിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ ഞാൻ ഉച്ചക്ക് കോളേജിൽ നിന്ന് വരുന്നതുകൊണ്ട് ഫുഡിന്റെ ആവശ്യമില്ല. ഫുഡ് എൻ്റെ ഫ്രണ്ടിന്റെ വകയിലൊരു ട്രീറ്റാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് എല്ലാ ദിവസവും ആലോചിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇന്ന് കോളേജിലേക്ക് എന്തിടും എന്നുള്ളത്. യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നും ഓരോ കളർ ഡ്രസ്സ് വേണം. അപ്പം എന്നും രാവിലെ ആൾമാരുടെ മുന്നിൽ നിന്നിട്ട് ഇന്ന് എന്തിടും ആലോചിക്കലാണ്. അപ്പം ഏതായാലും ഇപ്പം ഇന്നൊരു ജീനും കുപ്പായും എടുത്ത് വെച്ച്. പിന്നെ ഒന്നും എവിടെ പോവുകയാണെങ്കിലും, കല്യാണം അങ്ങനത്തെ ഫംഗ്ഷനൊന്നും അല്ല, സാധാ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഞാൻ ഈ ഒരു 4 പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യൽ. ഒന്ന് ഈ നാച്ചുറൽസിൻ്റെ അലോവേര ജെൽ. ഇതിന് മുന്നേ ഞാൻ വേറെ കുറേ ബ്രാൻഡാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ നാച്ചുറൽസിൻ്റെതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ പോൺസിൻ്റെ ഒരു പൗഡർ ഇടും. പോൺസ് എന്നില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാര്യം ഇപ്പം ഞാൻ പോൺസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കണ്ണിൻ്റെ താഴെ NYBൻ്റെ കാജൽ ചെയ്തു. അതിനുശേഷം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ മൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ എന്തെങ്കിലും കൺമിഷ് ചെയ്തും. ഡാസിലറിൻ്റെതാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻസൈറ്റിൻ്റെ സാറ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ഷെയ്ഡാണ് യൂസ് ചെയ്യല്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ കോളേജിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പത്തിരിയും പിന്നെ ഉരുളങ്കിഴങ്ങിൻ്റെ ഒരു തേങ്ങരച്ച കറിയാണ്. ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പം ഞാനിവിടെ 3 പത്തിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ട്. ഇന്നിപ്പോൾ ഉള്ളത് ക്യാരറ്റും പിന്നെ ഈത്തപ്പായൊക്കെ ഇട്ടിട്ടുള്ള ജ്യൂസാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ജ്യൂസ് നമ്മുടെ വീട്ടിലുണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആസ് യൂഷ്വൽ ലിപ്സ്റ്റിക് ഇടണമല്ലോ. ലിപ്സ്റ്റിക് ഇട്ടാൽ മാത്രമാണല്ലോ നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുള്ളൂ.
അങ്ങനെ റെഡിയായൊക്കെ കഴിഞ്ഞ് ഒരു 8:40 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്ക് പോകുമ്പോൾ എൻ്റെ ഫ്രണ്ടിനെയും പിക്ക് ചെയ്യാനുണ്ട്. ഞങ്ങൾ സ്കൂട്ടിമേലാണ് പോകുന്നത്. അപ്പം ഇന്ന് ഞാനാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ഞാൻ വണ്ടി എടുക്കും, അല്ലെങ്കിൽ ഓള് വണ്ടി എടുക്കുക ചെയ്യൽ. അപ്പം ഇന്ന് ഞാനാണ് വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റിൻ്റെ റൈഡാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കോളേജൊക്കെ ഉള്ളത്. ഞാൻ പഠിക്കുന്നത് കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലാണ്. അവിടെ MSc സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ. മാത്സ് ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഇന്ന് 3rd പീരീഡ് നമ്മുടെ കോളേജിൽ ഓണം സെലിബ്രേഷൻ്റെ നെയിം റിവീലിംഗ് പരിപാടിയാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു സൈഡിലായതുകൊണ്ട് പേര് കണ്ടിട്ടില്ല. പിന്നെ പോകുമ്പോഴെപ്പോഴോ കണ്ട പേര് ഞാൻ മറന്നും ചെയ്ത്. അപ്പോൾ പിന്നെ ഇത്ര കുട്ടികളാണ് ഓരോ പരിപാടിക്ക് കോളേജിൽ ഉണ്ടാവുകയെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ കോളേജ് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും അവിടെ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ പരിപാടിക്ക് ആകെ കുറച്ച് കുട്ടികളെ പങ്കെടുക്കാറുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇത്ര കുട്ടികൾ കുറവുള്ളത്. അപ്പം അങ്ങനെ വല്ല ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഡാൻസൊക്കെ തന്നെയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ ആയി. നമ്മുടെ കോളേജിൽ ഓണം സെലിബ്രേഷൻ ഈ വരുന്ന 27-ാണ്. പല കോളേജിലും പല ഡേറ്റ് ആണെന്നുള്ളത് കേട്ടു. അപ്പോൾ ഏതായാലും ഞങ്ങളുടെ കോളേജിൽ 27-ാണ്. അപ്പം എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. ഓണത്തിന് എന്ത് ഡ്രസ്സ് ഇടും, എന്ത് ഇടണം, എന്ത് ബ്ലൗസ് ആക്കണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പം നമ്മുടെ ക്ലാസ്സിലുള്ള മെയിൻ ചർച്ച എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ ഈ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ഫ്രണ്ടിൻ്റെ ട്രീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡിൻ്റെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കീശ്ശേരിയിലുള്ളൊരു ഹോട്ടലിൽ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് പെരി മന്തിയും നോർമൽ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ അതേപോലെ നമ്മൾ ഐസ്ക്രീമുമാണ് അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിയത്. ഐസ്ക്രീം എനിക്ക് ആകെ ഇഷ്ടമുള്ളത് അരുൺത്തതോ അല്ലെങ്കിൽ മേഴ്സലീസ്തോ മാത്രമാണ്. അത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ അരുണിന് ഐസ്ക്രീം വാങ്ങി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്ന പോർഷൻസും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നൊക്കെ അങ്ങനെ എല്ലാവരും പോയതിനു ശേഷമുള്ള ക്ലിപ്സാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഒരു 4:30 ആയപ്പോൾ ഓലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി മുഖമൊക്കെ കഴുകിയതിന് ശേഷം നമ്മളെ വീട്ടിലുള്ള മെയിൻ രാജാക്കന്മാരെ നമ്മൾ വിട്ട്. 4 പൂച്ചകളുണ്ടെന്ന് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ 4 ആൾക്കാരും നമ്മൾ വിട്ട്. 2 ചെറിയ കുട്ടികളാണ്, ഓല എമ്മിപ്പിയാണ് അപ്പുറത്തെ കൂട്ടിലുള്ളത്. അപ്പോൾ ആദ്യം കുട്ടികളെ വിട്ടതിന് ശേഷം അതുപോലെ വെള്ളപ്പൂച്ചനെ നമ്മളെപ്പോഴും കയർമലാണ് വിടൽ. കാരണം വെള്ളപ്പൂച്ച കുറച്ച് തെണ്ടി പോണ ടൈപ്പ് പൂച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയർമലാണ് ഓനെ വിടൽ. ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ ഫ്രീ ആയിട്ട് വിടലാണ്. എന്തായാലും മൂല ആ ഒരു വീടിൻ്റെ ചുറ്റുഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പുറത്തൊന്നും അധികം പോവാറില്ല. അതുകൊണ്ട് നമുക്ക് സുഖമാണ്. അപ്പോൾ ഓലൊക്കെ വിട്ടതിന് ശേഷം ഞാൻ പോയി ഫ്രഷായി വന്ന്. പിന്നെ ഈ ഡ്രസ്സ് തന്നെയാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ രാവിലെ കുളിച്ചതാണെന്ന് ഞാൻ ഒരു വട്ടം പറഞ്ഞ്. അപ്പോൾ രാവിലെ ഇട്ട ഡ്രസ്സാണിത്. അപ്പോൾ പിന്നെ 2 ഡ്രസ്സ് തിരുമ്പാനാക്കണ്ടല്ലോ, അതുകൊണ്ടാണ് പിന്നെ ആ ഡ്രസ്സ് തന്നെ എടുത്തിടുന്നത്. അപ്പോൾ അങ്ങനെ ഏതായാലും അതൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് പിന്നെ ഞാൻ ഒന്നും കൂടി ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന്. അപ്പോൾ ഓല കൊടുന്നതിലുള്ള ബാക്കി മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞും ചെയ്ത് പിന്നെ നമ്മൾ പൂച്ചാരുടെ കൂടെ കളിക്കാനിരുന്ന്. നമ്മൾ വൈകുന്നേരം അധികം പൂച്ചകളെ കൂടെ കളിക്കുകയാണ് ചെയ്യൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സുള്ള സമയത്ത് രാവിലെയും വൈകുന്നേരവും മാത്രമാണ് വില വിടലുള്ളത്. അല്ലാത്ത ദിവസം നമ്മൾ അപ്പളപ്പളൊക്കെ ആയിട്ട് വിടും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ അകത്തിടലാണ് ചെയ്യൽ. അപ്പോൾ ഏതായാലും ഈ വീഡിയോയിൽ കാണിച്ച 2 പൂച്ചകളും പെൺപൂച്ചകളാണ്. അപ്പോൾ അങ്ങനെ ഒരു 6:30 വരെയാണ് വില സമയം എന്ന് പറയുന്നത്. 6:30ക്ക് നമ്മൾ വില കൂട്ടിക്കയറ്റും. പിന്നെ നമ്മൾ രാത്രി പാലൊക്കെ കൊടുക്കാനാണ് വില വീണ്ടും വിടലുള്ളത്. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 8:30 ആയപ്പോൾ ഞാനൊരു ഫിലിം കാണാനിരുന്ന്. ഇപ്പം എന്നും എന്തെങ്കിലുമൊക്കെ ഒരു ഫിലിം കാണലുണ്ട്. ആനിമേഷൻ മൂവീസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഇന്ന് കണ്ടത് സിൻഡ്രല്ല പറഞ്ഞ മൂവിയാണ്. ഒരു വട്ടം ഓൾറെഡി കണ്ടതാണ്. പിന്നെ എനിക്കെന്തോ ഇന്നിപ്പോൾ ഇത് കാണണം തോന്നിയോണ്ട് ഇത് കണ്ടതാണ്. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിടക്കാൻ പോയി. അപ്പോൾ ഏതായാലും ഇന്ന് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും സജഷൻസ് ഞാൻ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം അത്രേ ഉള്ളൂ. അസ്സലാം.